അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക ദിനാചരണവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന പരിപാടികളുടെ വിശദാംശങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, നിരവധി പരിപാടികളാണ് സംസ്ഥാനത്തൊട്ടാകെ നടന്നത്. കോഴിക്കോട്ട് എന്തൊക്കെ? തീർച്ചയായും കൃഷ്ണരാജ്, അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് പ്രധാനമായും 2 പരിപാടികളാണ് നടന്നത്. അതിലൊന്ന് ജന്മഭൂമിയിൽ നടന്ന പരിപാടിയും മറ്റൊന്ന് കേസരി ഭവൻ ചാലപ്പുറത്തെ കേസരി ഭവനിൽ നടന്ന പരിപാടിയുമായിരുന്നു. എന്തായാലും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഈ പരിപാടിക്കുണ്ടായത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകനായ ടി.പി. ജയചന്ദ്രൻ, അഡ്വക്കേറ്റ് സജി നാരായണൻ, കെ സച്ചിദാനന്ദൻ തുടങ്ങിയവരായിരുന്നു ഇതിൽ പ്രധാനമായും പങ്കെടുത്തിരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എം രാജശേഖർ പണിക്കർ, മുതിർന്ന പത്രാധിപനായ എം രാജശേഖർ പണിക്കറാണ് ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത്. ഈ 2 പരിപാടിയിലും മുഖ്യ പ്രഭാഷകൻ അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ചത് RSS ആയിരുന്നു എന്നൊരു കാര്യമാണ് പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷം പ്രവർത്തിച്ചത് ഭാരതത്തിന്റെ പ്രത്യേകമായും രാജ്യത്തിന്റെ പ്രീണനത്തിന് വേണ്ടിയായിരുന്നു ഈ ഇടതു ഭരണ കക്ഷികൾ പ്രവർത്തിച്ചത് എന്നൊരു കാര്യം കൂടിയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന, അതായത് യുവതലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പല സന്ദേശങ്ങളും വസ്തുതാ വിരുദ്ധമാണെന്ന കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടിയിൽ വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ RSS പ്രവർത്തിച്ചത് രാജ്യത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ് എന്നൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അതിന്റെ വിക്ടിമായിരുന്ന പി അശോകൻ എന്ന വ്യക്തിയെയും ഈ പരിപാടിയിൽ ആദരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, പുതുതലമുറയ്ക്ക് ഈ അടിയന്തരാവസ്ഥ എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കേണ്ടത് ആവശ്യകതയായി മാറിയിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്.